അല്പസമയം മുമ്പ് വന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ വാർത്തയിലേക്ക് കടക്കുകയാണ്. തൊടുപുഴ നഗരസഭയിൽ LDFന് ഭരണം നഷ്ടമായി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം BJP പിന്തുണയോടെ പാസായി. 8 BJP കൗൺസിലർമാരിൽ 4 പേർ വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തതോടെ പാർട്ടിയിൽ ഭിന്നത രൂക്ഷമായി. ജില്ലാ നേതൃത്വത്തെയും വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വിപ്പ് ലംഘിച്ചുകൊണ്ടാണ് BJPയുടെ തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് UDFന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തുകൊണ്ട് UDFനൊപ്പം ചേർന്നിട്ടുള്ള 4 BJP കൗൺസിലർമാർ. അവർക്കെതിരെ നടപടിയെടുക്കേണ്ടത് BJPയുടെ നേതൃത്വമാണ്, ജില്ലാ നേതൃത്വമാണ്. അവർ നടപടിയെടുക്കുമായിരിക്കണം. തൊടുപുഴയിലെ പാർട്ടിയിൽ ഭിന്നതയില്ല. ചില ആളുകളുടെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി, ചില ആളുകളുടെ മറ്റ് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അല്ല വേറെ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥാനത്തിന് വേണ്ടി ആയിരിക്കണം ഇത് BJPയെ തള്ളി പറഞ്ഞുകൊണ്ട് UDFനൊപ്പം പോയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ന്യൂനപക്ഷമായ ഈ കൗൺസിൽ അധികാരത്തിൽ നിന്ന് താഴെ വരണം. ഒരു CPMന്റെ ഭരണസമിതിയെ നിലനിർത്തേണ്ട ചുമതല ഞങ്ങൾക്കില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 18 അംഗങ്ങൾ മതി ഈ ഭരണം പോകുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 12-നെതിരെ UDFന്റെ 14 പേരും ഞങ്ങൾ 4 പേരും അങ്ങനെ 18 പേരുടെ അംഗബലത്തോടു കൂടിയിട്ടാണ് CPMന്റെ ഭരണം ഇവിടെ തൊടുപുഴയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യവും നടക്കരുത് എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ചെയർപേഴ്സൺ മുമ്പോട്ട് പോകുന്നത്. ഒരു കൗൺസിൽ കൃത്യസമയത്ത് വിളിച്ചു ചേർക്കുന്നില്ല, അല്ലെങ്കിൽ കൗൺസിലിലെ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ല. തീരുമാനങ്ങളെടുത്ത് DPC അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് അയക്കുന്ന തീരുമാനങ്ങൾ പോലും അത് കൗൺസിലിലെ തീരുമാനം മാറ്റിമറിച്ചുകൊണ്ട് സ്വന്തമായി തീരുമാനമെടുക്കുക. ഇതിലൊക്കെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങൾ രേഖപ്പെടുത്തിയത്. അല്ല, അത് എക്കാലം ഉള്ളതാണല്ലോ. BJPയുടെ UDFന്റെ ആവശ്യത്തെ കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെയും അത് അങ്ങനെ തന്നെ വന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ അവർ കൊടുത്തിരുന്നത് ഞാൻ നഗരസഭയിലെ ലൈറ്റ് ഇടുന്നില്ല, 24-25 വാർഷിക പദ്ധതി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് എക്കാലവും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ അത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് തന്നെയാണ് പോകുന്നത്. നഗരസഭയിലെ 35 പേര് അംഗങ്ങളിൽ വെറും 12 അംഗങ്ങൾ മാത്രമുള്ള LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സബീന ബിഞ്ചുവിന് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്താൻ പറ്റിയത് അത് അവരുടെ പടലപ്പിണക്കം കൊണ്ട് തന്നെയാണ്. അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നും പറയുന്നു. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് തൊടുപുഴ നഗരസഭയിൽ മൊത്തം പ്രശ്നമാണല്ലോ. ഇപ്പോൾ LDFന് ഭരണം നഷ്ടമായത് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം BJP പിന്തുണച്ചതോടെയാണല്ലോ അല്ലേ? അവിടെ എങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പും അതിന്റെ രാഷ്ട്രീയ നീക്കങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു രാഹുൽ? ശ്രീനിത, ഈ തൊടുപുഴ നഗരസഭയിലെ ഏറ്റവും കൗതുകരമായ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ 35 അംഗങ്ങളിൽ 14 പേർ, അതായത് കൂടുതൽ അംഗങ്ങളുള്ളത് UDFനാണ്. പക്ഷേ ഈ കഴിഞ്ഞ 4-4.5 കൊല്ലമായിട്ട് UDFന് ഒരു തവണ പോലും അവിടെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് പലതരത്തിലുള്ള സ്വതന്ത്രർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണ LDFന് ലഭിക്കുകയും പിന്നെ UDFലെ ചില പടലപ്പിടക്കങ്ങളൊക്കെയാണ് ഈ ഭരണം കിട്ടാതിരിക്കാൻ വേണ്ടി അവർ തടസ്സമായിട്ട് നിന്നിരുന്നത്. എന്തായാലും ഇത്തവണ വീണ്ടും ഒരു അവിശ്വാസ പ്രമേയം, 6 മാസം മുമ്പ് നടന്ന അവിശ്വാസ പ്രമേയത്തിൽ UDFന് വിജയമുണ്ടായി. അതിനുശേഷം നടന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും ഒരു അവിശ്വാസ പ്രമേയം UDF കൊണ്ടുവന്നു. അത് BJP പിന്തുണയോടുകൂടി പാസ്സായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 35 അംഗ കൗൺസിലിൽ 18 പേരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ അവിശ്വാസ പ്രമേയം പാസ്സാവുകയുള്ളൂ. അതിൽ ഈ അവിശ്വാസ പ്രമേയം പാസ്സാകാൻ വേണ്ടി BJPയുടെ 4 അംഗങ്ങളുടെ പിന്തുണ കൂടി ഈ UDFന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ആരോപണങ്ങൾക്ക് കൂടി വഴിയൊരുക്കുകയാണ്. ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന് കാരണമായി പറയുന്നത്, അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയത്തിന്റെ കാരണത്തിൽ പറയുന്നത്, ഈ തൊടുപുഴ നഗരസഭയിൽ ഉത്സവങ്ങൾ ഉൾപ്പെടെ നടന്ന പല സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ ഉത്സവങ്ങളുടെയൊക്കെ പശ്ചാത്തലം ഇരുട്ടായിരുന്നു. അതായത് പല സ്ഥലങ്ങളിലും നഗരസഭ ലൈറ്റ് ഒന്നും വിട്ടുകൊടുത്തിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നഗരസഭ ചെയർപേഴ്സണെ പുറത്താക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. എന്തായാലും ഈ വിപ്പ് ലംഘിച്ചുകൊണ്ട് BJP അംഗങ്ങൾ UDFന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതോടുകൂടിയാണ് ഈ അവിശ്വാസം പാസ്സായത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും BJPയിലെ ഭിന്നത ഉണ്ട്. തൊടുപുഴയിലെ BJPയിലെ ഭിന്നത കൂടി അതിൻ്റെ അകത്ത് വെളിവാവുകയാണ്. പലതരത്തിലുള്ള ന്യായങ്ങൾ ഈ അനുകൂലിച്ച് വോട്ട് ചെയ്ത ആളുകൾ പറയുന്നുണ്ട്. പ്രതികൂലിച്ച് വോട്ട് ചെയ്ത അല്ലെങ്കിൽ ഈ അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്ന ഈ BJP കൗൺസിലർമാർ അവരുടെ ന്യായവും പറയുന്നുണ്ട്. അവർ പലതരത്തിൽ അനുകൂലിച്ചവരെ കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്ക് കൂടി കളം വെക്കുകയാണ് തൊടുപുഴ നഗരസഭയിലെ ഈ അവിശ്വാസ പ്രമേയം. ശരി, തൊടുപുഴ നഗരസഭയിൽ LDFന് ഭരണം നഷ്ടമായ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കുകയായിരുന്നു രാഹുൽ വിജയൻ.